ഞെട്ടിക്കുന്ന നടുക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നമ്മുടെ രാഹുലിൻ്റെ തീപ്പൊരി പ്രസംഗമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനും വി ഡി സതീശനും ഒരുപോലെ വിറച്ചു എന്ന് നമുക്ക് പറയാം. അതായത് ആ പ്രസംഗം കേട്ട എല്ലാ നേതാക്കളും പറയുന്നത്, ഇത്രയും വലിയൊരു നേതാവ് കോൺഗ്രസിൽ ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇദ്ദേഹത്തെ മൈൻഡ് ചെയ്യുന്നില്ല, എന്തുകൊണ്ടാണ് ഇത്രയും വലിയ നേതാവിന് സീറ്റ് കൊടുക്കുന്നില്ല എന്ന് BJP-ക്കാരും LDF-കാരും ഒരുപോലെ ചോദിക്കുകയാണ്. ഓക്കെ, ആ ഒരു സ്പീച്ച് ഞാൻ വെച്ച് തരാം. അതിനു മുമ്പ് രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം. കാരണം നമ്മുടെ രാഹുൽ സ്വതന്ത്രനായി മത്സരിച്ച് കഴിഞ്ഞാൽ ജയിക്കണം, അതുകൊണ്ടാണ്. ഓക്കെ, ഒരു കാര്യം കൂടി പറയുകയാണ്. കുറേ അമ്മമാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്നു, രാഹുൽ പാലക്കാടിൽ മത്സരിക്കുമോ, കോൺഗ്രസ് സീറ്റിൽ മത്സരിക്കുമോ, പിഷാരടിയാണ് അവിടെ സ്ഥാനാർത്ഥി എന്ന് കേൾക്കുന്നുണ്ട്, എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? ഇന്ന് അല്പം മുമ്പ്, അതായത് ഇപ്പം ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത് 8 മണി സമയത്താണ്, രാത്രി ഒരു 6:30 മണിയാകുമ്പോൾ വി ഡി സതീശൻ്റെ ഒരു ചെറിയൊരു പത്രസമ്മേളനം ഉണ്ടായി. പത്രസമ്മേളനം അല്ല, അതായത് വി ഡി സതീശനോട് മാധ്യമം ചോദിക്കുകയാണ്, പിഷാരടി പാലക്കാടിൽ മത്സരിക്കുമോ എന്ന്. അപ്പോൾ വി ഡി സതീശൻ കൊടുത്ത മറുപടി, ഇതുവരെയും പാലക്കാടിൽ ഒരു സ്ഥാനാർത്ഥിയെയും ഞങ്ങൾ ആക്കിയിട്ടില്ല, അതായത് പിഷാരടിയുടെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഈ പറയുന്ന നമ്മുടെ വി ഡി സതീശൻ പറഞ്ഞത്. ഓക്കെ, അതായത് വി ഡി സതീശൻ പറയുന്നത് പിഷാരടി പാലക്കാടിൽ മത്സരിക്കുമെന്ന് എവിടെയും ഉറപ്പ് ആരും പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ പേര് ഞങ്ങൾ പരിഗണിച്ചു, പക്ഷേ പാലക്കാടിലാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. പാലക്കാടിൻ്റെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം നമ്മുടെ രാഹുലിന് സീറ്റ് കൊടുക്കാനുള്ള എന്തോ ചെറിയൊരു പദ്ധതി കോൺഗ്രസിന് ഉണ്ട് എന്നാണ്. അതായത് രാഹുൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ആ ഒരു വീഡിയോ വെച്ച് തരാം. അതായത് BJP നിരന്തരം രാഹുലിനെ പാർട്ടിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ചർച്ച ചെയ്യുന്നു, നിരന്തരം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഡോക്ടർ റോബിന്, അഖിൽ മാരാരൊക്കെ BJP പൈസ കൊടുത്തിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും BJPയുടെ പാർട്ടിയിൽ എത്തിക്കുന്നു. അങ്ങനെ രാഹുലിനെ പാർട്ടിയിൽ എത്തിച്ചുകൊണ്ട് BJP വലിയൊരു ഓഫർ കൊടുക്കുകയാണ്. പാലക്കാടിൽ BJP സീറ്റിൽ രാഹുലിനെ നിനക്ക് മത്സരിക്കാം, അതുമാത്രമല്ല കേസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചെലവും ഞങ്ങൾ നോക്കാമെന്നാണ് BJP രാഹുലിനോട് പറയുന്നത്. രാഹുൽ പറയുകയാണില്ല, ഞാൻ ഒരിക്കലും BJPക്ക് വരൂല എന്നാണ് രാഹുൽ പറയുന്നത്. നേരെ മറിച്ചിട്ട് CPM-ഉം രാഹുലിനെ എങ്ങനെയെങ്കിലും CPM-ലേക്ക് എത്തിക്കാനും ചർച്ച നടത്തുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന് ഇതുവരെ ബോധം വന്നിട്ടില്ല എന്നാണ്. അതായത് നിലവിൽ വി ഡി സതീശൻ്റെ ആ ഒരു വാക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ രാഹുലിൻ്റെ കൈ വിട്ടിട്ടില്ല എന്നാണ്. അതായത് വി ഡി സതീശൻ എടുത്തു പറഞ്ഞത്, പാലക്കാടിൻ്റെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നാണ്. പിഷാരടി കോൺഗ്രസ്സുകാരനാണ്, പിഷാരടിക്ക് ഞങ്ങൾ സീറ്റ് കൊടുക്കും, അത് വേറെ സംഗതിയാണ്, പക്ഷേ പാലക്കാടിലാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് ഇന്ന് വി ഡി സതീശൻ പറഞ്ഞത്. ഓക്കെ, നമ്മുടെ രാഹുലിൻ്റെ തീപ്പൊരി പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കണം, അതിനുശേഷം ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, എതിർക്കുകയാണ് സർ. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മാത്രം ലഹരി ഉപയോഗത്തിന്റെ ഭാഗമായി 37 കൊലപാതകങ്ങൾ നടന്ന നാടാണ് കേരളം. അങ്ങനൊരു സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പ്, ആ സേന വെൽ എക്യുപ്ഡ് ആണോ സർ? ആ സേനയുടെ ആകെ സ്ട്രെങ്ത് PTS-ഉം കുക്കും തൊട്ട് എക്സൈസ് കമ്മീഷണർ വരെ ആകെ 5603 പേര് മാത്രമാണുള്ളത്. അങ്ങനെ മുൻപ് തന്നെ സേനയിൽ അംഗങ്ങളില്ലാത്തൊരു സേനാ സംവിധാനത്തിലേക്ക് പുതിയൊരു ഉത്തരവാദിത്വം കൂടി ഏൽപ്പിച്ചിരിക്കുകയാണ്, അവയർനെസ് പ്രോഗ്രാമിൻ്റെത്. അവയർനെസ് പ്രോഗ്രാം കൂടി എക്സൈസ് തന്നെ ചെയ്യേണ്ടി വരുമ്പോൾ ആ സേനയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ മാനസികാവസ്ഥ മിനിസ്റ്റർ ഒന്ന് ആലോചിച്ച് നോക്കണം. അവരുടെ അവസ്ഥ ആലോചിക്കണ്ട, മന്ത്രി അങ്ങയുടെ തന്നെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വശത്ത് ഒയാസിസ് പോലുള്ള കമ്പനികൾ വരുമ്പോൾ അങ്ങ് ബ്രൂവറിയുടെയും ലഹരിയുടെയും വക്താവായി സംസാരിക്കേണ്ടി വരും. അതേ അങ്ങ് തന്നെ ഈ ലഹരി ഉപയോഗിച്ച് ആരെങ്കിലും ആക്രമിച്ചാൽ ആ അക്രമത്തിനെതിരായിട്ട് ലഹരി ഉപയോഗിക്കുന്നവർക്ക് മുഖം നോക്കാൻ നടപടിയെടുക്കില്ല എന്ന് പറയേണ്ടതും അങ്ങ് തന്നെയാണ്. അതിനുശേഷം ഏതെങ്കിലും സ്കൂളുകളിൽ അങ്ങേ വിമുക്തിയുടെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ അങ്ങ് സ്കൂളിലെ കുട്ടികളോട് പോയിട്ട് പറയണം ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന്. അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി അങ്ങയുടെ മുഖത്ത് നോക്കി അങ്ങ് കുമ്പിടിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങ് എന്തു പറയും സാർ? അതുകൊണ്ട് ഈ അവയർനെസ് പ്രോഗ്രാം എക്സൈസ് വകുപ്പിൽ നിന്ന് മറ്റേതെങ്കിലും വകുപ്പിലേക്ക് എടുത്തു മാറ്റേണ്ടതായിട്ടുണ്ട്. എക്സൈസ് സേനയുടെ എണ്ണം കൊണ്ടോ ഫെസിലിറ്റി കൊണ്ടോ എക്യുപ്ഡ് അല്ല. എന്റെയും എക്സൈസ് മന്ത്രിയുടെയും സ്വന്തം ജില്ലയായ പാലക്കാട്ട് മാത്രം അവസ്ഥ പറയാം. ഈ എക്സൈസ് സേനയ്ക്കകത്ത് ചെക്ക് പോസ്റ്റുകളിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ, ബേസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് എക്സൈസ് ഇൻസ്പെക്ടറാണ്. NDPS കേസും കോട്ട്പ കേസും എടുക്കേണ്ടുന്ന ആ എക്സൈസ് ഇൻസ്പെക്ടർമാർ നമ്മുടെ പാലക്കാട് ജില്ലയിലെ 9 ചെക്ക് പോസ്റ്റിൽ 7 ചെക്ക് പോസ്റ്റിലും എക്സൈസ് ഇൻസ്പെക്ടർമാരില്ല സാർ. വാളയാറിലും ചെമ്മണാമ്പതിയിലും മാത്രം എക്സൈസ് ഇൻസ്പെക്ടർമാർ ഉള്ളപ്പോൾ ആനക്കട്ടിയിലും വേലത്താവളത്തും ഗോവിന്ദാപുരത്തും മീനാക്ഷിപുരത്തും അടക്കമുള്ള 7 ചെക്ക് പോസ്റ്റുകളിൽ എക്സൈസ് ഓഫീസർമാരില്ല. പാലക്കാട് ജില്ല അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണെന്ന് കൂടി അങ്ങ് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ എക്സൈസ് ഇൻസ്പെക്ടർമാർ ആകെ 342 പേരുള്ളതിനകത്ത് 45 എണ്ണം ഒഴിഞ്ഞു കിടക്കുകയാണ്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാർ 84-ൽ 40 ഒഴിഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾ പുതുതായിട്ട് ക്രൈംബ്രാഞ്ച് തുടങ്ങി, സൈബർ സെൽ തുടങ്ങി, അവിടത്തേക്ക് ആളെ നിയമിച്ചോ? ഇല്ല.
എന്തിനേറെ പറയുന്നു, നിങ്ങൾ പരീക്ഷ നടത്തി പൂർത്തീകരിച്ച വനിതാ എക്സൈസ് ഓഫീസർ തസ്തികകളിൽ ജില്ലകളിൽ 1ാം റാങ്ക് കിട്ടിയ ആളുകളെ പോലും നിയമിക്കുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുവാൻ കഴിയുക? ന്യൂ ജനറേഷൻ ബൈക്കുകളിലും കാറിലുമായി കുറ്റകൃത്യം ചെയ്യുന്ന ലഹരി മാഫിയ, ആ ലഹരി മാഫിയ പിടിക്കാനായിട്ടുള്ള നമ്മുടെ എക്സൈസ് ഓഫീസുകളിൽ വാഹനമുണ്ടോ? പാലക്കാട് ജില്ലയിൽ, നമ്മുടെ ജില്ലയെ പറ്റിയാണ് പറയുന്നത് മിനിസ്റ്ററെ, നമ്മുടെ ജില്ലയിൽ ഏറ്റവും അധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന പാലക്കാട് ഇന്റലിജൻസ് ബ്യൂറോ, ആ ഇന്റലിജൻസ് ബ്യൂറോയുടെ പ്രത്യേകത അവിടെ വാഹനമുണ്ട്, ഡ്രൈവറില്ല. നെന്മാറയിൽ വാഹനമില്ല, ഡ്രൈവറുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടൊന്ന് ക്ലബ് ചെയ്ത് ഒന്നാക്കാനുള്ള ഒരു തീരുമാനമെങ്കിലും അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത്യാധുനിക ആയുധങ്ങൾ കൈവശം വെക്കുന്ന ലഹരി മാഫിയെ നേരിടാനായിട്ട് പോകുന്ന നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ ആയുധം എന്നാണ് സാർ? തോക്കുണ്ടായിരുന്ന എക്സൈസ് ഇൻസ്പെക്ടർമാരുടെ കയ്യിൽ നിന്ന് തോക്ക് തിരികെ വാങ്ങി. ഇപ്പൊ അവരുടെ കയ്യിൽ ആകെയുള്ള ആയുധം ലാത്തിയും വിസിലും മാത്രമാണ്. ആ ലാത്തി പോലും നിങ്ങൾ കൊടുക്കുന്നതല്ല, അവർ കാട്ടിൽ കയറി വെട്ടുന്നതാണ്. അത്ര പരിതാപകരമാണ് ഈ വകുപ്പിന്റെ അവസ്ഥ. എക്സൈസ് വകുപ്പ് പാലക്കാട് കള്ളിന്റെ ഗുണനിലവാരം പരിശോധിക്കാനായിട്ടുള്ള ഓഫീസ് പ്രവർത്തിക്കുന്നത് വ്യാജമദ്യ ദുരന്ത കേസിലെ പ്രതിയുടെ കെട്ടിടത്തിലാണ് സാർ. ഈ അവസ്ഥയിലാണ് എക്സൈസ് വകുപ്പ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ പറ്റി പറയാതിരിക്കുകയാണ് നല്ലത്. കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്താണ്? ലഹരിയുടേത്, SFIയുടെ അക്രമത്തിന്റേത്, റാഗിങ്ങിന്റേത്. ഞങ്ങളുടെ സർവകലാശാലയ്ക്ക് വൈസ് ചാൻസലറായി അങ്ങ് വന്ന് ജോലി ചെയ്യുമോ എന്ന് ആൽബർട്ട് ഐൻസ്റ്റീനോട് ചോദിച്ച കേരള സർവകലാശാല, ആ സർവകലാശാല വൈസ് ചാൻസലർ ഇപ്പോഴുമില്ല സാർ. ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ഉണ്ടോ? ഇല്ല. അപ്പോൾ വിചാരിക്കും കാലിക്കറ്റിലുണ്ടോ? കാലിക്കറ്റിലും ഇല്ല. കണ്ണൂരുണ്ടോ? കണ്ണൂരില്ല. കുസാറ്റിലുണ്ടോ? ഇല്ല. കേരളത്തിലെ സർവകലാശാലകളിൽ ഒറ്റ സർവകലാശാലയിൽ മാത്രമാണ് സാർ വൈസ് ചാൻസലർ തസ്തികയിൽ ആളുള്ളത്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളുടെ അവസ്ഥ എന്താണ്? ഗവൺമെന്റ് കോളേജുകളിൽ 42 ഗവൺമെന്റ് കോളേജിൽ പ്രിൻസിപ്പൾമാരില്ല മാഡം. നിങ്ങൾ നോക്കൂ, നിങ്ങൾ എന്തൊരു ചോദ്യമാണ്, ആർക്ക് പറ്റും? സാക്ഷാൽ ഷാഫി പറമ്പിലിന് പോലും ഇങ്ങനെ പറ്റോ എന്നത് സംശയമാണ്. ഷാഫി പറമ്പിൽ വേറെ സംഗതിയാണ്. ഷാഫി പറമ്പിലിനെ നമുക്ക് എന്തായാലും കൂട്ടാൻ പറ്റൂല. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഏകദേശം ഒന്നാണ്, ഞാൻ പറഞ്ഞത് മാത്രം. അപ്പോൾ എന്തൊരു ചോദ്യമാണ്. അതായത് ഹോസ്പിറ്റലുകളിൽ, വണ്ടിയുള്ള ഹോസ്പിറ്റലിൽ ഡ്രൈവർമാരില്ല, ഡ്രൈവർമാരുള്ളിടത്ത് മറ്റേ വണ്ടിയില്ല. എന്താണ് ഇതൊക്കെ? ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഈ നമ്മുടെ രാഹുൽ നിയമസഭയിൽ ഇല്ലെങ്കിൽ എന്താവും ഭാവി കേരളം? നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയുള്ള ചുണക്കുട്ടികളാണ് നമ്മുടെ നാടിന് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരാണ് നിയമസഭയിൽ പോവേണ്ടത്. അല്ലാതെ വോട്ടിടുന്ന സമയത്ത് മാത്രം, വോട്ട് വരുന്ന സമയത്ത് മാത്രം ഞങ്ങൾക്ക് വോട്ടിടുന്ന് കഴിഞ്ഞിട്ട് വിജയിച്ചതിന് ശേഷം നിയമസഭയിൽ വെറും വാഴയെപ്പോലെ മിണ്ടാണ്ടിരിക്കുന്നവരെയല്ല നമ്മൾ വിജയിപ്പിച്ച് വരേണ്ടത്. ഷാഫിയെപ്പോലെ, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ, പിന്നെ CPMൽ ജോൺ ബ്രിട്ടാസ് അദ്ദേഹം കുറച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്നവരെയാണ് നമ്മൾ നിയമസഭയിലേക്ക് വിടേണ്ടത്. ഇല്ലെങ്കിൽ എന്താവും? പൈസ മേടിച്ചിട്ട് ചില MLAമാർ ഒരക്ഷരം മിണ്ടുന്നില്ല. അതായത് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ, ലക്ഷക്കണക്കിന് പൈസ കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ രാഹുലിൻ്റെ ഒരു വിധി നിങ്ങൾ നോക്കൂ. എന്തുമാത്രം ജനനായകനാണ്, എന്തുമാത്രം ഫാൻസ് ഉണ്ട് അദ്ദേഹത്തിന്, എന്തു നല്ലൊരു മനുഷ്യനാണ്, നാടിനെ ഭരിക്കുന്ന നായകനാണ് അദ്ദേഹം. അങ്ങനെയുള്ള അദ്ദേഹത്തിന് സീറ്റില്ല എന്ന് പറയുമ്പോൾ ലോകം ഞെട്ടൂലേ? കേരളം ഞെട്ടുന്നത് മാത്രമല്ല, ലോകത്തിന് തന്നെ ഈ വിഷയം പറഞ്ഞാൽ തുപ്പും കോൺഗ്രസിന്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇനിയെങ്കിലും VD സതീശ സമയമുണ്ട്. റിണി എന്ന മഹാജന്തുവും ഷെഹനാസ് എന്ന ജന്തുക്കൾ കൂടിയിട്ട് നമ്മുടെ രാഹുലിൻ്റെ ജീവിതം ഇല്ലാതാക്കിയതാണ്. ആ സത്യം എന്തുകൊണ്ടാണ് കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല? കോൺഗ്രസിന് പരസ്യമായിട്ട് പറഞ്ഞൂടെ? ഒരു വാർത്താ സമ്മേളനം വിളിക്കണം, ഷാഫി പറമ്പിലിരിക്കണം, VD സതീശൻ ഇരിക്കണം, അതിനുശേഷം ഇപ്പോൾ KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് ഇരിക്കണം. അവരിരുന്ന് പറയണം, മുമ്പ് കോൺഗ്രസിൽ ഉമ്മൻചാണ്ടി സാറിന് ഇങ്ങനെ കള്ളക്കേസ് വന്നിട്ടുണ്ട്, അങ്ങനെ കോൺഗ്രസിൽ ഒരാൾ മുമ്പ് കുടുങ്ങിയിട്ടുണ്ട്, അതുപോലെ രാഹുലിനെ കുടുക്കിയതാണ്, അതുകൊണ്ട് രാഹുലിനെ ഞങ്ങൾ പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നു എന്നൊരു പ്രഖ്യാപിക്കണം VD സതീശൻ. എന്തുകൊണ്ടാണ് സതീശൻ മിണ്ടുന്നില്ല? എന്തുകൊണ്ടാണ് VD സതീശൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വരുന്നില്ല? ആരെയാണ് പേടിക്കുന്നത്? ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഉള്ള കാര്യം പറയാം. മുമ്പ് ഉമ്മൻചാണ്ടി സാറിനെ കുടിക്കിയതുപോലെ രാഹുലിനെ കുടിക്കിയതാണ് എന്ന് കോടതി രാഹുൽ തെറ്റുകാരനെന്ന് പറയുന്നു. രാഹുലിന് ശിക്ഷ കൊടുക്കണമെന്ന് കോടതി എന്ന് പറയുന്നു. അന്ന് ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാമെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നിലവിൽ ഈ പറയുന്ന VD സതീശൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നില്ല രാഹുലിനെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, എൻ്റെ ഒരു പ്രേക്ഷകർ കമൻ്റ് ഇടുന്ന കുറേ സമയമായി, റിണിക്ക് 2 എണ്ണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് 2 എണ്ണം കൊടുത്തിട്ട് ഞാൻ ബാക്കി വിഷയത്തിലേക്ക് കടക്കുകയാണ്. റിണി, ഒരു കാര്യം റിണിയോട് പറയാം. ഇപ്പോൾ റിണിക്ക് വയസ്സ് ഏകദേശം 28-29 വയസ്സായിരിക്കും, കൂടുതലൊന്നുമില്ല, 28-29 വയസ്സ്. റിണിയെ, കാലം കുറേയുണ്ട്, നിനക്കിനി ജീവിക്കാൻ ദൈവം തരുന്ന ആയുസ്സുണ്ടെങ്കിൽ
നമ്മളൊരു മിനിമം ഒരു 60 വർഷം ജീവിക്കുന്നുണ്ടെങ്കിൽ റിനിയെ, നിന്റെ ജീവിതം ഇനി നല്ല രീതിക്ക് പോകണമെങ്കിൽ പരസ്യമായി മാപ്പ് പറയണം രാഹുലിനോട്. സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളെ വിളിച്ചിട്ട്, രാഹുലെ പറ്റിപ്പോയി, രാഹുലെ ഞാൻ കളവ് പറഞ്ഞ് കഴിഞ്ഞു, രാഹുലെ ഞാൻ കാരണം നിന്റെ കരിയർ ഇല്ലാതായി, രാഹുലെ എന്നോട് പൊറുക്കണം രാഹുലെ എന്ന് പറഞ്ഞില്ലെങ്കിൽ റിനി, നീ സരിതയെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. എന്താണ് നിലവിൽ സരിതയുടെ അവസ്ഥ? ഞാൻ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് സരിതയുടെ അവസ്ഥ എന്ത്. രോഗം കൊണ്ട് മല്ലടിക്കുകയാണ് റിനി. നിനക്ക് ആ ഗതി വരാതിരിക്കാൻ വേണ്ടി പറയുകയാണ്, എത്രയും പെട്ടെന്ന് രാഹുലിനോട് മാപ്പ് ചോദിക്കണം. കാരണം രാഹുലിൻ്റെ ശാപം നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിലും രാഹുലിൻ്റെ അമ്മയുടെ ശാപം നിനക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ അമ്മ എത്ര ദിവസം കരഞ്ഞു, ആ പൊന്നമ്മ. ഞാൻ രാഹുൽ വിഷയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരാളാണ് ഞാൻ. ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ രാഹുലിൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്ന എത്രയോ രംഗം വീഡിയോ ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം പോലും ഞാൻ വെച്ചിട്ടില്ല. കാരണം അത് യൂട്യൂബിൽ വെച്ച് കഴിഞ്ഞാൽ സംഘികളും മറ്റ് CPM-കാരും BJP-കാരും അതിനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ രാഹുലിൻ്റെ ജീവിതം ഇല്ലാതാക്കണം. കരയുന്നു രാഹുലിൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് മോശം ടൈറ്റിൽ എഴുതിയിട്ട് നമ്മുടെ രാഹുലിൻ്റെ അമ്മയെ മോശമാക്കിയിട്ട് പറയും. അതുകൊണ്ട് ആ കരയുന്ന വീഡിയോസ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല. ഇപ്പോഴും എൻ്റെ ഗാലറിയിലുണ്ട്. പറയുകയാണ് റിനി, ആ അമ്മ ചങ്ക് പൊട്ടിട്ടാണെന്ന് കരഞ്ഞത്. ആ ശാപം നിനക്ക് കേൾക്കണ്ടായെങ്കിൽ നീയും ഷഹനാസും എത്രയും പെട്ടെന്ന് രാഹുലിനോട് മാപ്പ് ചോദിക്കണമെന്ന് പറയുകയാണ്. കാലം തെളിയിക്കുന്നു, ഷഹനാസിന് ദൈവം കൊടുത്ത ആദ്യ ശിക്ഷ, രാഹുലിനെ ദ്രോഹിച്ച ഷഹനാസിന് ആദ്യം കൊടുത്ത ശിക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. ഷഹനാസ് ഇപ്പോൾ നിലവിൽ ഒളിവിലാണ്. പോലീസ് കേസാണ് ഷഹനാസിന്. എവിടെ കണ്ടാലും അറസ്റ്റ് വാറണ്ടാണ്, എവിടെ കണ്ടാലും പിടിക്കും. അത്രയും വലിയൊരു കേസ് ഷഹനാസിനെ വേട്ടയാടുകയാണ്. വേറെ കേസ്, രാഹുലിൻ്റെ കേസുമുണ്ട് മാനനഷ്ടത്തിന്. രാഹുലിനെതിരെ, അതായത് നമ്മുടെ രാഹുലിനെ കുറിച്ച് ഇല്ലാത്ത കാര്യമാണ് ഷഹനാസ് പറഞ്ഞത്. അതിനും കേസുണ്ട്. 10 കോടി കൊടുക്കണമെന്നാണ് അപ്പീലിന് പോയിരിക്കുകയാണ് ഷഹനാസ്. എൻ്റെ കയ്യിലില്ല, എൻ്റെ പറമ്പ് വിറ്റാലും 10 കോടി തികയൂല എന്ന് പറഞ്ഞിട്ട് രാഹുലിനോട് മാപ്പ് ചോദിക്കുകയാണ് ഷഹനാസ്. ഇതൊക്കെ വേണോ നിങ്ങൾക്ക്? അതിജീവിതന്മാരോടൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. രാഹുലിനെതിരെ വന്ന 3 കേസ്, അതിൽ രണ്ടാമത്തെ കേസ് ഇല്ല, അത് റിനി തന്നെ എഴുതി ഉണ്ടാക്കിയെന്നാണ് കേൾക്കുന്നത്. ഒന്നാമത്തെ കേസിൽ രാഹുൽ കുടുങ്ങിയതാണ്, മൂന്നാമത്തെ കേസിൽ രാഹുലിനെ കുടുക്കിയതാണ്. അങ്ങനെയാണ്. ആ അതിജീവിതന്മാരോടൊരു കാര്യം പറയുകയാണെങ്കിൽ, എടി അതിജീവിതന്മാരെ, ലോകമെന്ന് പറയുന്നത് നമ്മളിവിടെ പെർമനൻറ്റ് ജീവിക്കുന്നതല്ല. മുമ്പൊക്കെ അതിജീവിതന്മാർ ശ്രദ്ധിച്ച് കേൾക്കണം. മുമ്പ്, അതായത് ഒരു 50 വർഷം മുമ്പ് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, നമ്മുടെ അച്ഛനമ്മമാർ പറയുന്നുണ്ട്, ഇപ്പോൾ മാതാപിതാക്കൾ പറയുന്നുണ്ട്, അതായത് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ദൈവം ശിക്ഷിക്കുന്നത് സ്ലോയിലാണ്. ആ സമയത്തൊന്നും ദൈവം ശിക്ഷിക്കൂല. ഇപ്പം അങ്ങനെയല്ല. ഞാനൊരുത്തനെ കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിന് ദൈവം നമ്മളെ ശിക്ഷിക്കും. അതാണ് നിലവിലെ അവസ്ഥ. നോക്കൂ, നിങ്ങൾ ഷഹനാസ് അനുഭവിക്കുന്നില്ലേ, ഇനി അടുത്തതായിട്ട് അനുഭവിക്കുന്നത് റിനിയാണ്. റിനി ഇപ്പോൾ കെഞ്ചുകയാണ് കോൺഗ്രസിനോട്, ഒരു സീറ്റ് വേണം, എവിടെയെങ്കിലും ഒരു സീറ്റ് എനിക്ക് വേണമെന്ന് റിനി പറയുകയാണ്. ഷഹനാസും പറയുകയാണ്, എവിടെയെങ്കിലും ഒരു സീറ്റ് വേണം. ഇവരൊക്കെ കോൺഗ്രസിൻ്റെ നേതാക്കളാണ്, അല്ല ഞാൻ പറയുന്നില്ല. കോൺഗ്രസിന് വേണ്ടി മുമ്പ് പ്രവർത്തിച്ചവരാണ് ഈ ഷഹനാസൊക്കെ. പൈസയുടെ മണം കാരണം ആരൊക്കെയോ പൈസ കൊടുത്തിട്ട് രാഹുലിനെ എന്തെങ്കിലും പറയിപ്പിക്കുമ്പോൾ ആ പൈസ മേടിച്ചിട്ട് രാഹുലിനെ കൊടുക്കുമ്പോൾ ഇവറ്റകൾ ചിന്തിച്ചിട്ടില്ല നമുക്ക് സീറ്റ് കിട്ടൂല എന്ന്. അതായത് കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു റിനിയുടെയും ഷഹനാസിൻ്റെയും ഒക്കെ. ഇക്കുറി അതായത് ഗേൾസിനെ, പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് സീറ്റ് കൊടുക്കണമെന്ന്, മിനിമം ഒരു 10 സീറ്റെങ്കിലും യുവതികൾക്ക് കൊടുക്കണമെന്ന് കോൺഗ്രസിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു, 10ഓ 15ഓ എന്ന്. ആ ലിസ്റ്റിൽ റിനിയും ഷഹനാസും ഉണ്ടായിരുന്നു. പക്ഷേ രാഹുലിനെ കുടുക്കിയത് കൊണ്ട് അതൊക്കെ ഇല്ലാതായി. വേണോ നിങ്ങൾക്ക്? ആരുടെയോ കയ്യിൽ നിന്ന്, അതായത് ഓഫർ ഇട്ട ഒരു എക്സാമ്പിൾ പറയുകയാണ്, എൻ്റെ ഊഹാമോഹമാണ് ഞാൻ പറയുന്നത്. അതായത് 10 ലക്ഷത്തിനാണ് റിനിക്ക് കൊട്ടേഷൻ കൊടുത്തതെങ്കിൽ ഇപ്പോൾ 1 രൂപ പോലും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം കേസാകെ പാളിയല്ലേ, ഒരു കേസ് പോലും കാണിട്ടില്ല, എല്ലാം പക്കാ ഫേക്ക് എന്ന് കോടതിക്ക് മനസ്സിലായല്ലേ. അതുകൊണ്ട് റിനിയുടെ ആ ഒരു ഗെയിം മൊത്തത്തിൽ പാളുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ രാഹുലിന് നീതി കിട്ടട്ടെ, നമ്മുടെ രാഹുൽ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.